ഈ 3 ഈഗോ ട്രാപ്പുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇല്ലാണ്ടാക്കട്ടോ. അത് കല്യാണം കഴിയുന്നതിന് മുൻപ്, കല്യാണത്തിന് ശേഷം ഒക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഫൈറ്റ്സ് അൺറിസോൾവ്ഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഈഗോസ് കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ്. അതിൽ ആദ്യത്തെ ഈഗോ ട്രാപ്പ് എന്ന് പറയുന്നതാണ് ഫൈറ്റ് വിൻ ചെയ്യാൻ വേണ്ടി ആർഗ്യൂ ചെയ്യുന്നത്. അതായത് ഒരു ഫൈറ്റ് നടക്കുമ്പം നിങ്ങൾ ആ ഫൈറ്റിൽ പറയുന്ന വാദങ്ങളെല്ലാം നിങ്ങൾ ജയിക്കണം എന്നുള്ള രീതിയിലുള്ളതായിരിക്കും. അല്ലാതെ ന്യായം ഏതാണോ അത് മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയിലല്ല, ഞാനിതിൽ ജയിക്കണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്ത് മോശമായിട്ടുള്ള കാര്യം ഞാൻ പറയും, എന്തും ചെയ്യും. ആ ഒരു തോട്ട് പ്രോസസ്സ് അത് നിങ്ങൾ ഒഴിവാക്കണം. അത് ഒട്ടും നല്ലതല്ല. അറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൈലന്റ് ട്രീറ്റ്മെന്റ്. ഒന്നും വേണ്ടില്ല, അവൻ സംസാരിക്കട്ടെ ആദ്യം, അല്ലെങ്കിൽ അവൾ സംസാരിക്കട്ടെ. ഞാൻ എന്തിനാ പോയി സംസാരിക്കുന്നത്, അവൾക്ക് സംസാരിക്കാമല്ലോ, എപ്പോഴും ഞാനല്ലേ ചെയ്യുന്നത്. ആ ഒരു സംഭവം ഇതും ഈഗോയുടെ ഒരു വേറൊരു വശമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തെറ്റ് ചെയ്താൽ ആദ്യം അപ്പോളജൈസ് ചെയ്യാൻ മടിക്കുന്നത്. ഞാനല്ലേ എപ്പോഴും മാപ്പ് പറയുന്നത്, അവനൊന്ന് മാപ്പ് പറയട്ടെ, അല്ലെങ്കിൽ അവളൊന്ന് മാപ്പ് പറയട്ടെ. ഈ ഒരു സംഭവം ഒഴിവാക്കണം. ഈഗോ ഉണ്ടാവുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഡോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളപ്പോഴാണ്. അതായത് ഞാനാണ് വലുത്, ഞാൻ പറയുന്നിടത്ത് അവൻ നിൽക്കണം, ഞാനാണ് എല്ലാം, ഞാൻ പറയുന്നത് അവളെ കേൾക്കട്ടെ എന്നുള്ളൊരു തോട്ട് വരുന്നതുകൊണ്ടാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റും വാല്യൂവും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതേപോലെ ലവ്, അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോസിന് ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ ബിജുൽ ബിന്ദു ബാബു.